നോബിയെ തന്നെ അറസ്റ്റ് ചെയ്താൽ പോരാ. ക്രൂരമായി പീഡനം ഏൽപ്പിച്ചത് നോബിയുടെ ചേട്ടൻ ബോബി അച്ഛനാണ്. ആ അച്ഛനെ കൂടെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യണം. ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ മൊത്തം ഒന്നടങ്കം ബോബി അച്ഛനെ അവിടുന്ന് ലോഹ ഊരി വിടുവാനാണ് ഇരിക്കുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ ഇനിയും കിടപ്പുണ്ട്. അവർക്കെങ്കിലും നല്ലൊരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഇത് ആവർത്തിക്കരുതെന്നാണ്. ഒരു സ്ഥലത്തേക്ക് ഇവൻ പോകണ്ട, ഇവൻ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കട്ടെ. ദുഃഖഭാവങ്ങൾ അറിഞ്ഞ് ജീവിക്കണവൻ. നമസ്കാരം. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഇപ്പോൾ ഭർത്താവ് നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതികരണം കൂടി കേൾക്കാം. എന്താണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്? നോബിയെ അറസ്റ്റ് ചെയ്തതിൽ നമ്മുടെ മന്ത്രി വാസവൻ ആദ്യമേ ഒരു നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോബിയെ തന്നെ അറസ്റ്റ് ചെയ്താൽ പോരാ. ക്രൂരമായി പീഡനം ഏൽപ്പിച്ചത് നോബിയുടെ ചേട്ടൻ ബോബി അച്ഛനാണ്. ആ അച്ഛനെ കൂടെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യണം. അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ വന്നവനെ കാണാൻ പറ്റിയില്ല, നോബീനെ കാണാൻ പറ്റിയില്ല. എന്താ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി അല്ലേ? ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ബോബി അച്ഛനെ ഇവിടെ കൊണ്ടുവരണം. ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ മൊത്തം ഒന്നടങ്കം ബോബി അച്ഛനെ അവിടുന്ന് ലോഹ ഊരി വിടുവാനാണ് ഇരിക്കുന്നത്. അത് നമ്മൾ വാട്സപ്പിലെല്ലാം കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മരണം സംഭവിച്ചത് ഇനി വേറെ ഒരു കുടുംബത്തിലും ഉണ്ടാകാതെ ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളുടെയും കണ്ണുനീര് ചുങ്കം പള്ളിയിൽ ഒഴുകുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് നോബിയെ ഈ പോലീസ് സ്റ്റേഷനിൽ, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നാടകമായി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസ് വളരെ വേഗം തന്നെ അറസ്റ്റ് ചെയ്തില്ലേ? അറസ്റ്റ് ചെയ്തു, ഓക്കെ. പക്ഷേ നാടകമായി മാറാതിരിക്കണം. ഇവനെ 12 കൊല്ലം തന്നെ ഇവന് ശിക്ഷ വേണം. ഇവൻ ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകണ്ട, ഒരു സ്ഥലത്തേക്ക് ഇവൻ പോകണ്ട. ഇവൻ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കട്ടെ. ദുഃഖഭാവങ്ങൾ അറിഞ്ഞ് ജീവിക്കണവൻ. ഈ ഷൈനി എന്നൊരു പറഞ്ഞ പെണ്ണെ, അവൾ കൃഷിപ്പണി എടുക്കുമായിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് ഇവിടെ ജീവിച്ച് എന്നൊരു വ്യക്തിയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എൻ്റെ അമ്മയും ഈ ഷൈനിയുടെ അപ്പനും സ്വന്തം ആങ്ങള പെങ്ങള് മക്കളാണ്. സഹിക്കാനാവാത്ത ഒരു മരണമാണ് അവിടെ നടന്നിരുന്നത്. താങ്കളുടെ പെങ്ങളാണല്ലേ? പെങ്ങളാണ്, എൻ്റെ പെങ്ങളാണ് ഈ ഷൈനി എന്ന് പറഞ്ഞ മകള്. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് 3 പേരുടെ മരണം ഇങ്ങനെ ഇനി ഒരു കാലത്തും നടക്കാൻ പാടില്ല. അത് ഇനി സമുദായം കോട്ടയം അതിരൂപതയിലുള്ള ഒരു അംഗമാണ് ഈ ഷൈനി. കാരിത്താസിലൊരു ജോലി ചോദിച്ചിട്ട് ഈ പാതിരിയായ ബോബി അച്ഛൻ മുടക്കി എന്നാണ് ഞാൻ അറിഞ്ഞത്. ബോബി അച്ഛൻ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഈ ഷൈനി എന്ന പെങ്കൊച്ചിന് അവിടെ ഒരു ജോലി കിട്ടിയേനെ ഈ മരണം സംഭവിക്കുകയില്ല. ഏറ്റുമാനൂർ കൗൺസിലർ ബിബീഷ് ജോർജ് കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഇപ്പം നോബി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നു, എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടുമ്പുറത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നാളിതുവരെ നടന്നിട്ടുള്ളതല്ലായിരുന്നു. നമ്മുടെ ഈ തൊട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ വന്നൊരു സംഭവം വേദനാജനകവും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖങ്ങളും മനസ്സിൽ നിന്നും മാറുന്നേയില്ല. നോബിനെ അറസ്റ്റ് ചെയ്തത് ഓർത്തപ്പോൾ അതിയായ സന്തോഷം. ഞാനും മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടു. നോബിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരിക എന്നുള്ള വിവരം അറിഞ്ഞു. അതിയായ സന്തോഷം. അതുപോലെ തന്നെ ഈ ഒരു മരണത്തിന് ഉത്തരവാദി ആരൊക്കെയാണോ അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാവരെയും ഒരുപോലത്തുള്ള ആവശ്യങ്ങൾ. ഈ ഒരു പ്രശ്നം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇടപെടാൻ കഴിയുമായിരുന്നല്ലേ? ഒരുപക്ഷെ നേരത്തെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാമായിരുന്നു. നമ്മൾ ഇത് വിവരം അറിഞ്ഞത് ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നതിന് ശേഷമാണ് നമ്മൾ വിവരം അറിഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷവുമുണ്ട്. ഞങ്ങൾക്കിതൊക്കെ ആഗ്രഹിച്ചത്. ഞങ്ങൾ വേറൊന്നുമല്ല. ഞങ്ങൾ അന്ന് ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കും നീതിപരമായിട്ട് കാര്യങ്ങൾ നല്ല നടക്കണം. ഇപ്പം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകർത്താക്കളും എന്നാ പറഞ്ഞാൽ അവരൊരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും തന്നെ നല്ലൊരു പോലീസിന് അഭിപ്രായം കിട്ടിയിരിക്കുന്ന ഒരു പോലീസാണ് നമ്മുടെ കേരളീയ പോലീസ്. അത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അവരവരുടെ നിയമങ്ങൾ അവർ പാലിക്കണം, അവർ ചെയ്യണം. ഞങ്ങൾ അതിനു വേണ്ടി അന്ന് തൊട്ട് ഞങ്ങൾ ശക്തമായിട്ട്, ഞാനും ഒരു സാമൂഹ്യ പ്രവർത്തനവും ഒത്തിരി
ചാരിറ്റി ആ ലെവലല്ല, ഒരു ആ ലെവലിൽ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് അന്ന് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ്ഗ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന, ഒരുമിച്ച് ഒരേ മനസ്സോട് ജീവിക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടെ നാട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ചാനലിലൂടെയൊക്കെയാണ് അറിഞ്ഞത്, ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് ഓരോ പരിപാടികളാണ്. റീച്ചായിട്ട് ബിസിനസ്സുള്ള ആളാണ്. ഞാൻ വേറെ യാത്രയിലായിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ ആ വന്ന സമയത്തോടെ കാണാൻ പറ്റിയില്ല. ഞങ്ങളതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുന്നു. പിന്നെ ഒരു അച്ഛൻ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, ഇയാളുടെ സഹോദരൻ. അതെല്ലാവരും പറയുന്നതാണ്. ഈ ഭർത്താവിൻ്റെ ചേട്ടൻ എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് നാട്ടുകാർ, ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അച്ഛൻ്റെ ചേട്ടൻ ആണ് പലയിടത്തും ഈ സഹോദരി ജോലിക്ക് പോയപ്പോൾ ജോലി കൊടുക്കല്ലേ എന്ന് പറഞ്ഞതാണ് മൊത്തം ഒരു സംസാരം ഇരിക്കുന്നത്. അവിടെയാണ് അകന്ന് നോക്കി സഹോദരി മാന്യമായിട്ട് ജീവിച്ച ആരോടും അയലോങ്കാർക്ക് പോലും നല്ല, ഈ നൂറ്റുന്ന പോലെ പറവലിക്കൽ അവർക്ക് പോലും നല്ല മതിപ്പുള്ളൊരു കുടുംബമായിരുന്നു. ആ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആകായിരുന്നു. പക്ഷേ ആ ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. ആ കുഞ്ഞുങ്ങളെയും ഭാര്യയും ഓർത്ത് അവിടുത്തെ ഏറ്റവും കൂടുതൽ വിഷമിച്ച അവിടുത്തെ സ്ത്രീജനങ്ങളായിരുന്നു. ആണുങ്ങൾ പോലും അത്ര പ്രതികരിച്ചില്ല. അത്രമാത്രം വിഷമമായിരുന്നു ആ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക്. അന്ന് ആ വീട്ടിൽ ബോഡിയെടുക്കാൻ നേരത്ത് വന്നപ്പോഴും ചുങ്കമ്പള്ളിയിൽ ഞങ്ങളെല്ലാം ആദ്യം ഒരു അവസരം ഞങ്ങൾ പങ്കെടുത്തവരാണ്. പക്ഷേ ഞങ്ങൾക്കകത്തുള്ളത് വിഷമമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞതുപോലെ ഈ കേസ് മാഞ്ഞു തീർന്ന് ഇനിയും തലമുറകൾ നിൽക്കുന്നുണ്ട്. പല കേസുകളും നമ്മുടെ കേരള പോലീസ് തെളിയിച്ചിരിക്കുന്നത് ഒരു 1-2 ദിവസം കൊണ്ടല്ല. കൂടത്തായി കേസുകൾ വർഷങ്ങളോളം കഴിഞ്ഞാണ്. അവർ രഹസ്യമായിട്ട് അന്വേഷിക്കട്ടെ, പരസ്യമായിട്ട് അന്വേഷിക്കേണ്ട. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. രഹസ്യമായിട്ട് അന്വേഷിച്ച് ഇനിയും ഒരു തലമുറ നിൽക്കുന്നുണ്ട്. ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ ഇനിയും കിടപ്പുണ്ട്. അവർക്കെങ്കിലും നല്ലൊരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഇത് ആവർത്തിക്കരുതെന്നാണ്. 2 കുഞ്ഞുങ്ങളും മാതാവും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ആ വിഷമമുള്ളതോടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അത് തക്കതായ ശിക്ഷ തന്നെ നോബിക്ക് വാങ്ങിക്കൊടുക്കണം, മാതൃകാപരമായ ശിക്ഷ തന്നെ ആയിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയും വരും തലമുറയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. കോട്ടയത്ത് നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.